ഈ പശു ഇന്നലെ പ്രസവിച്ചതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷേ കുട്ടിയാണോ പെണ്ണോ എന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ, അത് മറന്നു പോയതാണ്. കുട്ടി പെൺകുട്ടിയാണ്. നല്ല സുന്ദരി കുട്ടിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നല്ല കുട്ടിയാണ്, പെൺകുട്ടിയാണ്. ഞങ്ങൾക്കിവിടെ എപ്പോഴും ആൺകുട്ടിയാണ് കിട്ടാറുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഒരു പെൺകുട്ടി കിട്ടിയത് കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടി കിട്ടിയത്. HF ആണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവളെ അങ്ങ് വളർത്താൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇന്നലെ തന്നെ ഇവക്കൊരു TT എടുത്തു. പ്രസവിച്ച ഉടനെ തന്നെ ഞങ്ങൾ ഇവക്കൊരു TT എടുത്തു കേട്ടോ. TT എടുക്കുന്നത് നല്ലതാണ്. എല്ലാ കർഷകരും അറിഞ്ഞിരിക്കണം. ഒരു പശു പ്രസവിച്ചാൽ കുട്ടിക്ക് TT എടുക്കണം. അപ്പോൾ പ്രതിരോധ ശേഷി അതിന് കിട്ടും. പിന്നെ കൈ കാല് മുറിഞ്ഞാലോ വലിയ കുഴപ്പം ചെയ്യില്ല. ഞങ്ങൾ വളർത്തുന്ന കുട്ടിയെ ഉടനെ തന്നെ ഞങ്ങൾ TT എടുത്ത് വിടാറുണ്ട്. അപ്പോൾ കഴിവതും എല്ലാവരും TT എടുക്കുക കേട്ടോ. കുട്ടിയൊക്കെ 20 രൂപയേ ഉള്ളൂ. നമുക്ക് തന്നെ സ്വന്തമായിട്ട് എടുക്കാം. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങുക, പറയുക കുട്ടിക്ക് കന്നുകുട്ടിക്ക് ഉള്ള TT ആണ് എന്ന് പറയുക. അപ്പോൾ അവിടെ നിന്ന് അവരൊരു മരുന്ന് തരും, ഒരു സിറിഞ്ചും കിട്ടും. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് എടുക്കാം. അത് പഠിച്ചിരിക്കണം. ഒരു പശു വളർത്തുന്നവരാണെങ്കിൽ പഠിച്ചിരിക്കണം. അപ്പോൾ ഇനി കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിനി ഇവളെ ഇവിടെ നിർത്തുവാണെങ്കിൽ നമുക്കൊരു പേരിടണം. അപ്പോൾ ഒരു നല്ലൊരു പേര് ഇവർക്ക് സെലക്ട് ചെയ്ത് തരണം. ഇവിടെ ഉള്ള പേരായിരിക്കും പലരും പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഏതെങ്കിലും നല്ലൊരു പേര് കിട്ടുവാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർക്ക് അറിയണം. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുക്കളുടെ കാര്യം അറിയണം. അവരിപ്പോൾ എങ്ങനെയാണ്, ഇവിടുത്തെ തീറ്റക്രമം അറിയണം. അപ്പം ഞാൻ സമയം കിട്ടും പോലെ ഞാൻ വീഡിയോ ഇടാം. അല്ലാതെ എനിക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. കൊടുത്തിരുന്നാലും അവർ പിന്നെയും ഓരോ സംശയമാണ്. നമ്മുടെ തൊഴുത്ത് വച്ചത് ശരിയായില്ല, ഇങ്ങനെയാണോ തൊഴുത്ത് വയ്ക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. എല്ലാവർക്കും ഹൈടെക് ഫാമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരുടെ ആ കഴിവിനനുസരിച്ചാണ് അവർ വയ്ക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഫാമായിട്ട് ആരും ഫസ്റ്റ് ചിലർ തുടങ്ങില്ല, ചിലർ മാത്രമാണ് ഫാമായിട്ട് തുടങ്ങുന്നവർക്കും നല്ല മുതൽ മുടക്കുണ്ട്. അതൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് ഫാം തുടങ്ങുന്നത്. അല്ലാത്തവർ ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറമാണ് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊക്കെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. അത് വിശദമായിട്ട് ഞാൻ പറയാം. വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പഴയ വീഡിയോകൾ കാണാത്തത് കൊണ്ട് പലർക്കും അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഒരു പേര് സെലക്ട് ചെയ്യുക, നമുക്കിടാം. ഒരു നല്ലൊരു പേരിടാം. പേരിടാതെ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം നല്ലൊരു പേരിടുക. നല്ലൊരു കുട്ടിയാണ്, നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഏയ് വാവേ, ഇങ്ങോട്ടൊക്കെ. ഓ ചോട്ടോ, പാനി ബന്ദ് കർലോ. കണ്ടില്ലേ, നല്ലൊരു കുട്ടിയാണ് കേട്ടോ. നല്ല പെൺകുട്ടിയാണ്.